സ്പോട്ട് ലൈവ് തുടരുന്നു. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നു. പ്രത്യേക സംഘത്തിന്റെ യോഗത്തിന് ശേഷം റിപ്പോർട്ട് നൽകാനാണ് നീക്കം. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക സംഘത്തിന്റെ യോഗം ചേരുകയാണ്. ഡി ജി പിയുടെ നേതൃത്വത്തിൽ ആദ്യം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് കൈമാറുക. ഡാൻ കുര്യൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാൻ, ഈ എ ഡി ജി പിയെ മാറ്റുന്ന കാര്യത്തിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ചതാണ്. ഇന്ന് ഇപ്പോൾ യോഗം ചേരുന്നു. യോഗത്തിന് ശേഷം റിപ്പോർട്ട് കൈമാറുമെന്ന് പ്രതീക്ഷിക്കാമോ? കൈമാറാതെ അത് കൈവശം വെച്ചുകൊണ്ട് അധിക സമയം തുടരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് കൈമാറാനുള്ള സാധ്യതയാണ് മുമ്പിലുള്ളത്. അതിന് മുന്നോടിയായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം പോലീസ് ആസ്ഥാനത്ത് യോഗം ചേരുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബിന്റെ നേതൃത്വത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന് കൈമാറും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നീക്കങ്ങൾ. സ്വാഭാവികമായി ഇതുണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒന്നും ചെറുതല്ല. LDF-നുള്ളിൽ നിന്ന് തന്നെ മറ്റ് ഘടകകക്ഷികൾ ഉൾപ്പെടെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം തുടർച്ചയായി ആവർത്തിച്ചുന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ CPI ആണ് പ്രധാനമായി ഈ ആവശ്യം സർക്കാരിന് മുമ്പിൽ വെക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വ്യക്തമാക്കിയത്, അദ്ദേഹം നൽകിയിരിക്കുന്ന ഉറപ്പ് ഈ റിപ്പോർട്ട് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ്. സ്വാഭാവികമായി ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ടിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. അവിടെയാണ് ഏതൊക്കെ പരാമർശങ്ങളാണ് MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ, തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ അദ്ദേഹത്തിന് കൃത്യമായ ഇടപെടൽ നടത്താനോ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ സ്ഥലത്തുണ്ടായിരുന്ന ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP-ക്ക് കഴിയാതെ പോയി എന്നതടക്കമുള്ള വിവാദങ്ങൾ ഉയർന്നത്. സ്വാഭാവികമായി അത്തരം വിഷയങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ ഏത് തരത്തിലായിരിക്കും പരാമർശിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. എന്തായാലും ലഭ്യമായ അനുസരിച്ച് വൈകാതെ തന്നെ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഈ യോഗം, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻ, നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ CPIക്ക് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുണ്ട് ഈ റിപ്പോർട്ടിന് ശേഷം നടപടി ഉണ്ടാകുമെന്നാണ്. റിപ്പോർട്ടിൽ ഈ PV അൻവർ ഉന്നയിച്ച പല വിഷയങ്ങളുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ, മാമിയുടെ തിരോധാന കേസ്, തൃശൂർ പൂരവിവാദം, അങ്ങനെ ഇത് ഈ PV അൻവർ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളിലും ഈ ADGP-യുടെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശങ്ങൾ ഉണ്ടാകുമോ? ഈ എല്ലാ വിഷയങ്ങളും പരിശോധിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായി ഗുരുതരമായ ആരോപണങ്ങൾ പല തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് അറിയാതെ ഈ സ്വർണം കടത്തി പുറത്തേക്ക് എത്തിക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടുകയും അത് വീതം വെച്ചെടുക്കുകയും ചെയ്യുകയാണ്. അതിന് നേതൃത്വം നൽകിയിരുന്നത് MR അജിത് കുമാറാണ് എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അദ്ദേഹത്തിനെതിരെ PV അൻവർ MLA അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായത്. സ്വാഭാവികമായി ആ പശ്ചാത്തലത്തിൽ ഇതടക്കം കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണമായിരിക്കും നടത്തുക. അതിൽ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളാണ് പ്രാഥമികമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിൽ പ്രധാനമായി ഇടം പിടിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിനെതിരായ നടപടിക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും. അതോടൊപ്പം RSS നേതാക്കളെ അദ്ദേഹം രഹസ്യമായി എത്തി കൂടിക്കാഴ്ച നടത്തി. അത് ഒരു തരത്തിലും ഇടത് സർക്കാരിന് യോജിക്കാവുന്ന നയമല്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളുമായി, പരസ്യ പ്രതികരണവുമായി മറ്റ് ഘടകകക്ഷി നേതാക്കൾ തന്നെ രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അവിടെയാണ് മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണ് എന്ന തരത്തിലുള്ള വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനിടയിലാണ് സംസ്ഥാന പോലീസ് മേധാവിയെ ഈ വിവാദങ്ങളിൽ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തന്നെ നിയോഗിക്കുന്നതും പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുക്കാൻ സർക്കാർ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിനെതിരെ സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പറയപ്പെടുന്ന വീഴ്ചകൾ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കൈമാറാൻ, MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ വിശദമായ റിപ്പോർട്ട് കൈമാറാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രി വീണ്ടും നിർദ്ദേശിക്കുകയായിരുന്നു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് കൈമാറാൻ ഒരുങ്ങുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം പോലീസ് ആസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻ, ഇതോടൊപ്പം ഡാൻ തന്നെ പുറത്തു കൊണ്ടുവന്ന മറ്റു ചില വാർത്തകൾ കൂടി ഉണ്ടായിരുന്നു. കാരണം ഈ കൊല്ലത്തെ
അബിഗേൽ എന്ന പെൺകുട്ടിയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ആ കേസിൽ അട്ടിമറി നടന്നു. ADGP MR അജിത്കുമാർ അട്ടിമറിച്ചു, ആ കേസ് അട്ടിമറിച്ചു എന്നൊരു ആരോപണം. രണ്ട്, സ്വപ്ന സുരേഷിന് ഇവിടെ നിന്ന് നാട് കടക്കാൻ, അതായത് രക്ഷപ്പെടാൻ, ഒളിവിൽ പോകാൻ സാഹചര്യം ഒരുക്കിയെന്ന മറ്റു ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ കൂടി MR അജിത്കുമാറിനെതിരെ ഉയർന്നു വന്നിരുന്നല്ലോ. ആ സംഭവങ്ങളൊക്കെ, ആരോപണങ്ങളൊക്കെ ഇതോടൊപ്പം തന്നെ അന്വേഷിക്കുന്നുണ്ടോ, അതോ ഈ PV അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ മാത്രമാണോ ഈ അന്വേഷണ പരിധിയിൽ വന്നത്? സ്വാഭാവികമായി ഈ അബിഗേൽ സാറ റജിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടത്താൻ ഉത്തരവിട്ടത് കൊല്ലം കോടതി തന്നെയായിരുന്നു. സ്വാഭാവികമായി ആ പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും ഇവിടെ നിന്ന്, സരിത്തിനെയല്ല സ്വപ്ന സുരേഷിനെയും അവരുടെ കുടുംബത്തെയും ഇവിടെ നിന്ന് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിന് ഇടയിൽ ഈ വിവാദങ്ങൾ പുകയുന്നതിനിടയിൽ ലോക്ക്ഡൌൺ കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് കടക്കാൻ സഹായം ചെയ്തു നൽകിയത്, റൂട്ട് മാപ്പ് ഒരുക്കി നൽകിയത് MR അജിത്കുമാർ ആണ് എന്നായിരുന്നു സരിത്ത് ന്യൂസ് 18നോട് നടത്തിയ വെളിപ്പെടുത്തൽ. അതുമായി ബന്ധപ്പെട്ട നിയമപരമായ അന്വേഷണമൊന്നും ആരംഭിച്ചതായുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നില്ല. പക്ഷേ ഈ വിവാദം ഇങ്ങനെ കത്തുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി അതും അന്വേഷണ പരിധിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷേ ഏത് തരത്തിലായിരിക്കും സർക്കാർ ഇക്കാര്യങ്ങളെ നോക്കിക്കാണുക, ഇതിൽ അന്വേഷണം എങ്ങനെയായിരിക്കും നടത്തുക എന്നതൊക്കെ ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. നിലവിൽ MR അജിത്കുമാറിനെതിരെ നടപടിക്കൊരുങ്ങുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ്. മറ്റ് കേസുകളിലൊക്കെ, ആരോപണങ്ങളിലൊക്കെ അന്വേഷണം തുടരുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. ADGP MR അജിത്കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് തന്നെ നൽകാനുള്ള സാധ്യതയുണ്ട്. DGP ആണ് ഇതുമായി ബന്ധപ്പെട്ട, DGPയുടെ മേൽനോട്ടത്തിലായിരുന്നു, നേതൃത്വത്തിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ അന്വേഷിച്ചത്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരുകയാണ്. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൈമാറും. റിപ്പോർട്ട് ലഭിച്ച ശേഷം ADGP MR അജിത്കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ആ നടപടി ഉടൻ തന്നെ ഉണ്ടാകുമോ, ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉള്ളത് തുടങ്ങിയ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.